വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 27-28 വാക്യങ്ങൾ. കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കിയാൽ അവൻ അവരെ വിട്ടയച്ചില്ല. ഫറവോ മോശയോട് പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊയ്ക്കൊള്ളുക, ഇനിമേൽ എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്നെ കാണുകയില്ല. പ്രിയമുള്ളവരെ, ധിക്കാരം തുടർന്നാൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകളാണ് ഇവിടെ കാണുക. ഇത്രയേറെ നാശങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടും ധിക്കാരം അവസാനിപ്പിക്കാതെ മറുതലിക്കുന്ന മനുഷ്യന്റെ ചിത്രം നമുക്കിവിടെ കാണുകയാണ്. ഫറവോയിലൂടെ ഫറവോയെ പോലെ ഹൃദയം കഠിനമാക്കി നിരന്തരം ദൈവത്തോട് മറുതലിക്കുന്ന മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നീക്കിക്കളയാൻ കർത്താവിന് ആവശ്യപ്പെടുകയാണ്. അനർത്ഥങ്ങൾ വേട്ടയാടാതിരിക്കുവാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് പറ്റണം. കർത്താവ് പറയുന്ന പോലെ കുഞ്ഞാടിന്റെ തോല് ധരിച്ച ചെന്നായ്ക്കളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടപെടലിലെല്ലാം മനോഹരമായിട്ട് ഇടപെടുകയും ഉള്ളിൽ തിന്മയുടെ നിറവ് സൂക്ഷിക്കുകയും ചെയ്യുന്ന, അഹന്തയുടെ നിറവ് സൂക്ഷിക്കുകയും ചെയ്യുന്ന, അങ്ങനെ പൊയ്മുഖത്തിന്റെ ഉടമകളായി തീരുന്ന മനുഷ്യന് വരാവുന്ന അനർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുക. പ്രിയമുള്ളവരെ, ഇത് വിടുതലിന്റെ മാനസാന്തരത്തിന്റെ സമയമായിട്ട് ഈ നോമ്പുകാലം പ്രത്യേകിച്ച് നമ്മൾ എടുക്കണം. ഉള്ളിലും പുറമേയും ഒരേ വ്യക്തിത്വമുള്ളവരായി തീരാൻ, അല്ലെങ്കിൽ വരാവുന്ന അനർത്ഥങ്ങളെ കുറിച്ച് 50-ാം സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുകയാണ്, നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിന്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ, ഇത് ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും, രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. 50-ാം സങ്കീർത്തനത്തിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടത്. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം പറയുന്നത് ദൈവം ക്ഷമിക്കും, എന്നാൽ അവസാനം ദൈവം നിന്റെ കുറ്റങ്ങളൊക്കെ നിരത്തി വെച്ച് നിന്നെ ചീന്തിക്കളയുമെന്ന്. ആർക്കും വെടിവെപ്പാനാവാത്ത വണ്ണം ഫറവോയെയും ശിക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അനർത്ഥങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിലേക്ക് പോകുന്ന മനോഭാവം ഫറവോയെ പോലെ നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് അത് അവസാനിപ്പിക്കാൻ, നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ, ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് പൊറുതി വാങ്ങിയില്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്നതിനപ്പുറമായ വലിയ അനിഷ്ടത്തിലേക്ക് കടന്നു പോകുമെന്നുള്ള മുന്നറിയിപ്പ് ദൈവം തരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ധിക്കാരവും അഹന്തയും ഞാനെന്ന ഭാവവും ഇവിടെ അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ എളിമയുടെ മാതൃകയുള്ളവരായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.